സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ചേരിപ്പോര് മാറിയിട്ടും മാറി വരുന്ന സർക്കാരുകൾക്ക് ഉദ്യോഗസ്ഥരുടെ തമ്മിലടി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ നാളെ കൂട്ടവധിയെടുക്കാനുള്ള IAS ഉദ്യോഗസ്ഥരുടെ തീരുമാനം സർക്കാരിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായി. മുൻ സർക്കാരിന്റെ കാലത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപോരും IAS IPS ഉദ്യോഗസ്ഥർ തമ്മിൽ ചേരിപ്പോരുമായിരുന്നു പതിവ്. ചീഫ് സെക്രട്ടറിയായിരുന്ന ഭരത് ഭൂഷണിന്റെ നടപടികൾക്കെതിരെയായിരുന്നു ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ അന്ന് സർക്കാരിന് പരാതി കൈമാറിയത്. കൊച്ചിയിലും തിരുവനന്തപുരത്തും കമ്മീഷണറേറ്റുകൾ സ്ഥാപിക്കുന്നതിലെ തീരുമാനം വൈകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി IPS ഉദ്യോഗസ്ഥരും ഭരത് ഭൂഷണെതിരെ രംഗത്തെത്തി. എന്നാൽ വിഷയത്തിൽ താൽക്കാലിക പരിഹാരം കാണാനല്ലാതെ കർശന നടപടിക്ക് UDF സർക്കാർ തയ്യാറായില്ല. സമാനമായ ചേരിപ്പോരാണ് ഇപ്പോൾ വീണ്ടും ഉയർന്നത്. എന്നാൽ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് വേട്ടയാടുന്നുവെന്ന വിചിത്രവാദം മുൻനിർത്തിയാണ് IAS ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം എന്നതാണ് ശ്രദ്ധേയം. അഴിമതി കേസുകളിൽ ടോം ജോസ്, പോൾ ആന്റണി ഉൾപ്പെടെയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് ഒരു വിഭാഗം IASകാർ വിജിലൻസ് ഡയറക്ടർക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതികളായ IASകാരെ സസ്പെൻഡ് ചെയ്യാനും സർക്കാർ തയ്യാറായിട്ടില്ല. അന്വേഷണം നേരിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത നടപടി സർക്കാരിന് ന്യായീകരിക്കാൻ കഴിയില്ലെങ്കിലും ഇതിൽ നിലപാട് വ്യക്തമാക്കാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ തമ്മിലടി രൂക്ഷമാക്കും. അതേസമയം തന്നെ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഉയർന്ന ക്രമക്കേട് ആരോപണത്തിൽ ജേക്കബ് തോമസിനെതിരെയുള്ള റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാത്തതും സർക്കാരിന്റെ വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.